കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് പോരായ്മകളുണ്ട്, അതിൽ യാതൊരു സംശയവും ആർക്കുമില്ല. ഇപ്പോൾ ഈ തോടിന്റെ ഉടമസ്ഥർ യഥാർത്ഥത്തിൽ ഇറിഗേഷൻ വകുപ്പാണ്. അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ മാലിന്യ കൂമ്പാരം ഉണ്ടാവുമായിരുന്നില്ല. അതേസമയം തന്നെ റെയിൽവേ ചെയ്യേണ്ടിയിരുന്ന കാര്യം കാലങ്ങളായി ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരും കോർപ്പറേഷനും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് കുറ്റകരമായ സമീപനം റെയിൽവേ സ്വീകരിച്ചു എന്നുള്ളതും വസ്തുതയല്ല. നമുക്ക് അത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സാമ്പത്തികം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആർക്കാണ്? റെയിൽവേക്കാണ്? അല്ല, സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനുമാണ്. ഇപ്പോൾ 2023 330 കോടി രൂപയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് കൊടുത്തത്. ഈ വർഷം അത് 347 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കണക്കുകൾ ഇല്ലാതെ പോകരുത്. അപ്പോൾ ഇതിൻ്റെ പരിഹാരം കാണേണ്ടത് ഒരു വശത്ത് നഗരസഭയാണ്, മറ്റൊരു വശത്ത് പറയുന്നത് ഇപ്പം ഇന്ന് തന്നെ മാതൃഭൂമി ചാനൽ പുറത്ത് വിട്ടിട്ടുള്ള സ്കൂബെ ടീമിൻ്റെ സംഭാഷണത്തിൽ നിന്നറിയാം. സ്കൂബെ ടീം എന്നാണ് പറഞ്ഞത്, ഈ തലസ്ഥാനത്തുള്ള മുഴുവൻ മാലിന്യങ്ങളുമാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. മാതൃഭൂമി വിട്ട ഇന്നത്തെ ന്യൂസിലുണ്ട്. അപ്പോൾ സ്കൂബെ ടീം തന്നെ പറയുന്നത്. അപ്പം റെയിൽവേക്ക് ഞാൻ പറഞ്ഞുതരാം, ഞാൻ റെയിൽവേ ന്യായീകരിച്ച് പറയുന്നത് വിശ്വസിക്കരുത്. റെയിൽവേക്ക് സ്വച്ഛ ഭാരത് മിഷനുണ്ട്, അവിടെ വേസ്റ്റ് കൊണ്ടുപോകാനുള്ള ഏജൻസികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിനകത്തുള്ള മുഴുവൻ സ്റ്റേഷനിലും മാലിന്യ കൂമ്പാരാവുണ്ട്, ഇതുണ്ട്. അല്ല, അവിടെ നോക്കൂ, ഇപ്പോ കഴിഞ്ഞ ദിവസം മന്ത്രി വീഡിയോ കാണിച്ചു പറഞ്ഞു, കൊച്ചുവേളി യാർഡിൽ, റെയിൽവേയുടെ യാർഡിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആരോട്ട് പോകുന്നത്? ഏത് കമ്പനിക്കാണ് സർക്കാർ തുടങ്ങിയിട്ടുള്ള ക്ലീൻ കേരള കമ്പനിക്ക് റെയിൽവേ മാലിന്യം കൊടുക്കുന്നില്ല? പോട്ടെ, റെയിൽവേക്ക് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് പ്ലാനുകളുണ്ട്, സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാനുകൾ ഉണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ 1.5 ലക്ഷം ലിറ്റർ ക്ലിയർ ചെയ്യാനുള്ള സാധനം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എന്നിട്ട് അദ്ദേഹം ക്ഷണിച്ചല്ലോ. അല്ല അഭിലാഷ്, ഇന്ന് ക്ഷണിച്ചല്ലോ വാർത്താസമ്മേളനത്തിൽ. അദ്ദേഹം പറഞ്ഞല്ലോ, DRM പറഞ്ഞു വന്ന് നോക്കാമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വന്ന് കാണാം എന്ന് DRM പറയല്ലേ? നിങ്ങൾക്ക് വന്ന് കാണാമെന്ന് ആര് പറയുന്നു? DRM തന്നെ പറയുകയാണ്. അപ്പോൾ നമ്മൾ വെറും 117 മീറ്ററിൽ നിൽക്കണം. ഇനി ഞാനൊന്ന് കേൾക്കട്ടെ, നമ്മൾ ഇത് ചർച്ച ചെയ്ത് പോകുമ്പോൾ നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എത്രയോ വർഷം പഴക്കമുള്ള ടണലുകളാണ് ഈ ടണലുകൾ. 2016 നമ്മൾ ഇറിഗേഷൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്റ്റഡി നടത്തിയിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടത്തിയ സ്റ്റഡിയിൽ എന്താ പറഞ്ഞത്? തമ്പാനൂരിൻ്റെ അവിടെ നിന്നുള്ള ഇത് വലത്തോട്ട് മാറി ഇപ്പുറ സൈഡിൽ കൂടെ പോകണം, റെയിൽവേ ടണലിനകത്തുള്ള ഇത് മാറ്റണം, ഇത് ഭാവിയിൽ അപകടം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2023 അവർ പഠനം നടത്തി കൊടുത്തു. എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇത് രാജഭരണകാലത്തുള്ളതാണ്. ഇത്രയും പരിഷ്കൃത സമൂഹമുള്ളതും ജനവാസം കൂടിയ സമയത്ത് അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇതിവിടെ സാധിച്ചിട്ടുണ്ടോ? നമ്മളത് ചിന്തിക്കണം. ആമയിഴഞ്ഞാൻ തോടിൻ്റെ പഴയ വീതി എത്രയായിരുന്നു? ഇന്ന് എത്രയായി? അത് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനടുത്തൂടെ പെടുന്ന ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ നിന്നുള്ള മുഴുവൻ മാലിന്യങ്ങൾ അതിനകത്ത് വരികയാണെന്നോ? എന്തുകൊണ്ട് അവരെ തടയാൻ വേണ്ടി സാധിക്കുന്നില്ല? അപ്പോൾ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ. തിരുവനന്തപുരത്ത് എവിടെയാണ് മാലിന്യ സംസ്കരണത്തിന് പ്ലാന്റ് ഉള്ളത്? അപ്പം ഇത് മന്ത്രി പറയുന്നു, ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞ എന്താണ്? ഞാൻ 1 വർഷക്കാലം കൊണ്ട് ഇതിൻ്റെ പിറകിലാണ് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ പിറകിലുള്ള 5 വർഷക്കാലം ഈ വകുപ്പ് നോക്കിയിരുന്ന MB ഗോവിന്ദൻ മാസ്റ്റർ പരാജയം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? അല്ലേ? അദ്ദേഹം തന്നെ പറയുന്നു, ഈ 1 വർഷം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4 വർഷം ഇത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഞാൻ കേട്ടെ, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഉണ്ടായിട്ടുള്ള മഴ, ആ മഴയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം എല്ലാ സ്ഥലത്തു നിന്നും വന്നു. BJP പറഞ്ഞു നഗരസഭയിൽ കൗൺസിൽ എല്ലാവരെയും വിളിക്കണം, മാലിന്യ സംസ്കരണത്തിനും മറ്റു കാര്യത്തിനുള്ള വിളിക്കാൻ തയ്യാറായിട്ടില്ല, മേയർ വിളിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ 2023 ഒക്ടോബർ മാസം തൊട്ട് ഈ പദ്ധതികൾക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പം ഈ 5-ാം മാസം കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി കൊടുത്തു, നടത്തില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കളക്ടർക്ക് നടപടിയെടുക്കാൻ പറ്റുമെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് നടപടിയെടുക്കാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വളരെ അപൂർവമായി, അതല്ലെങ്കിൽ ജിജി തോമസൻ ചെയ്തിട്ടുണ്ടല്ലേ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ബ്രഹ്മപുരത്തിന്റെ സമയത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്. വളരെ അപൂർവമായി മാത്രമാണ് സാധാരണ നിലയ്ക്കുള്ള ഇത്രയും കാര്യം വളരെ കർക്കശമായിട്ട് പറയുന്നു. ഇത് അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ള തരത്തിൽ പറയുമ്പോൾ അത്രയും എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ശരി, ഓക്കെ.